Hello, dear students. Next, we are going to study an important first theorem from the first module. എല്ലാ മൊഡ്യൂളിലും നമുക്ക് കുറച്ച് തിയറംസ് പഠിക്കാനുണ്ട്. തിയറംസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതുമാണ്. സോ ദ ഫസ്റ്റ് തിയറം ഫ്രം ദ ഫസ്റ്റ് മൊഡ്യൂൾ. So the theorem statement is the sum of degree of all the vertices in a graph G is twice that number of edges in G. Once more, the sum of degrees of all the vertices in G is equal to the twice the number of edges in G. That is sigma I equal to 1 to n d of vi equal to 2e. അതായത് ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഓരോ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഡിഗ്രിയുടെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ടോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മുടെ ഒരു ഗ്രാഫാണ്. V1, V2, V3. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി 2. സോ സം ഓഫ് ദ ഡിഗ്രി മീൻസ് 2 + 2 + 2 equal to 6. Then number of edges is 3. Then sum of the degree is equal to the 2 into number of edges, that is 2 into e. 2 into 3 equal to 6. ഇതാണ് നമ്മളിവിടെ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം നമുക്കറിയാം ഡിഗ്രി എന്ന് പറയുന്നത് ഒരു വേർട്ടെക്സിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസിൻ്റെ കൗണ്ടിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഗ്രാഫിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഒരു വേർട്ടെക്സിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസിൻ്റെ കൗണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ E1 എന്ന് പറഞ്ഞൊരു എഡ്ജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ എഡ്ജ് E1 V1ലും ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, V2ലും ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. സോ V1ൻ്റെ ഡിഗ്രി എടുക്കുമ്പോഴും നമുക്ക് E1 എന്നൊരു കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട്, V2ൻ്റെ ഡിഗ്രി എടുക്കുമ്പോഴും ഈ സെയിം E1 എന്നൊരു കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട്. സോ ഒരു എഡ്ജിൽ നിന്ന് രണ്ട് എൻഡ് വേർട്ടിസസിലോട്ടും ഒരു കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു എഡ്ജിൽ നിന്ന് ഡിഗ്രിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 ആണ് ടു ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ് വേർട്ടിസസ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻ്റ് ഓൺ എ വേർട്ടെക്സ്. സം ഓഫ് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് സം ഓഫ് ഓൾ ദ എഡ്ജസ് വിച്ച് ഈസ് ഇൻസിഡൻ്റ് ഓൺ ദ ഡിഫറെൻറ്റ് വേർട്ടിസസ്. അപ്പോൾ ഇവിടെ എല്ലാ എഡ്ജസും രണ്ട് വേർട്ടെക്സിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. സോ എല്ലാ വേർട്ടെക്സിൽ നിന്നും 2 ഡിഗ്രിയാണ് ടോട്ടൽ സമ്മിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സം ഓഫ് ദ ഡിഗ്രി എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? നമ്മുടെ ടോട്ടൽ എഡ്ജിൻ്റെ ഡബിളിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, വൺസ് മോർ ഐ റിപ്പീറ്റ്, നമ്മൾ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ എഡ്ജിന് 2 എൻഡ് സൈഡ് ഉണ്ട്. സോ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു വേർട്ടെക്സിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു എഡ്ജിൽ നിന്ന് 2 സൈഡിലോട്ടും ഡിഗ്രി കോൺട്രിബ്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ എഡ്ജിൽ നിന്നും 2 സൈഡിലോട്ടും ഡിഗ്രി കോൺട്രിബ്യൂട്ട് ആവുന്നുള്ളൂ. 2 മാത്രമേ കോൺട്രിബ്യൂട്ട് ആവുന്നുള്ളൂ, ഇല്ലേ? ഒരു എഡ്ജിന് എന്തായാലും 2 എൻഡ് വേർട്ടിസസ് കാണും, 2 മാത്രമേ ഡിഗ്രി കോൺട്രിബ്യൂട്ട് ആവുന്നു. അങ്ങനെ എല്ലാ എഡ്ജും കൺസിഡർ ചെയ്യുമ്പം എല്ലാ എഡ്ജിനും ഡിഗ്രി 2 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദ ടോട്ടൽ ഡിഗ്രീസ്. സോ ടോട്ടൽ ഡിഗ്രി ഈക്വൽ ടു ട്വൈസ് നമ്പർ ഓഫ് എഡ്ജസ്. സിമ്പിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കിക്കേ. അപ്പോൾ ഈ തിയറംസിൻ്റെ എല്ലാം പ്രൂഫ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പ്ലെയിൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പ്രൂവ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ വേർഡിങ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാം. പ്രോബ്ലം ഒന്നുമില്ല, കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ, ലോജിക്ക് കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. സോ ഹിയർ ലെറ്റ് G be a graph and in G each edge has 2 ends. It must contribute exactly 2 to the sum of the degrees. ഓക്കെ, ഒരു ഗ്രാഫിൽ ഓരോ എഡ്ജിനും 2 ends ഉണ്ടായിരിക്കും. സോ ഒരു എഡ്ജിൽ നിന്ന് 2 ആയിരിക്കും സം ഓഫ് ദ ഡിഗ്രിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ. The degree of the vertex means number of edges incident with that vertex, and the sum of the degree means the total number of times the edge is incident with the vertex.
Then every edges is incident with exactly 2 vertices. എല്ലാ എഡ്ജസും എക്സാക്ട്ലി 2 വേർട്ടിസസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈച്ച് എഡ്ജസ് ഗെറ്റ് കൗണ്ടഡ് ടൈംസ്. ഇല്ലേ, ടോട്ടൽ നമ്മുടെ സം ഓഫ് ദ ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ എഡ്ജും എത്ര ടൈം കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തും ഇരിക്കും. അപ്പോൾ എന്തായാലും ഒരു എഡ്ജിന് 2 സൈഡുള്ളപ്പോൾ ഓരോ എഡ്ജും 2 വട്ടം കൗണ്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്കിതിനെ പറയാം. ഒരു എഡ്ജ് 2 വട്ടം നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട് ഡിഗ്രിയുടെ കേസിൽ. അല്ലെങ്കിൽ ഒരു എഡ്ജിൽ നിന്ന് 2 ആണ് കോൺട്രിബ്യൂഷൻ ഫോർ ദ സം ഓഫ് ദ ഡിഗ്രി. സോ ദിസ് ദ തിയറം ഈസ് പ്രൂവ്ഡ്. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ഫിഗർ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഒന്നും കൂടെ ഞാൻ തിയറം ഒന്ന് പറയാം. ലെറ്റ് വി ഹാവ് എ ഗ്രാഫ് G ആൻഡ് എ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് സം എഡ്ജസ് ആൻഡ് ഫോർ ഈച്ച് എഡ്ജ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ends and so in each edge contribute exactly the value 2 to the sum of the degree. The degree means the total number of edges incident with each vertex. The sum of the degree means the total number of times each edge is counted. Here each edge consists of 2 vertices, so the total number of times each edge counted is 2. So the total number of degree is 2 into E. So consider the example. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ലൂപ്സും അതുപോലെ തന്നെ സെൽഫ് ലൂപ്സും മൾട്ടിപ്പിൾ പാരലൽ എഡ്ജസ് വരുന്ന കേസിലെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. ഹിയർ ദ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് 4 edges V1, V2, V3 and V4. Degree of V1 is 2. Degree of V2 is 1, 2. സെൽഫ് ലൂപ്പിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഡബിൾ ആയിട്ട് എടുക്കും. സോ 4. ദെൻ V3യുടെ ഡിഗ്രി 2, V4ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2. സോ ദ സം ഓഫ് ദ ഡിഗ്രി എന്ന് പറയുന്നത് 2 plus 4 plus 2 plus 2 which is equal to 10. Then here number of edges is E. 2E equal to 2 into 5 equal to 10. So 1 and 2 is equal, which means sigma I equal to 1 to n, d of v equal to 2e. ഇവിടെ സിഗ്മ y 1 equal to 1 I equal to 1 to n എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇതിനെയാണ് നമ്മൾ സിഗ്മ I equal to 1 to 4 d of v I. ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് എഡ്ജസ് ആണ്. നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിയറം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നിങ്ങളുടെ പ്രൂഫ് എഴുതുക, ദെൻ എക്സാമ്പിളും കൂടെ എഴുതിയേക്കണം. ഓക്കെ, താങ്ക് യു.